നമസ്കാരം. ബി.ജെ.പി. സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രൻ SC/ST നേതാക്കൾക്കൊപ്പം ഉച്ചഭക്ഷണം കഴിക്കുന്നു എന്ന് കാണിച്ച് ഇറക്കിയ ഒരു പോസ്റ്ററുണ്ട്. അപ്പോൾ ആ പോസ്റ്ററിനെതിരെ രൂക്ഷമായിട്ടുള്ള വിമർശനങ്ങൾ ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ്. കെ സുരേന്ദ്രൻ നയിക്കുന്ന കേരള പദയാത്രയുടെ പോസ്റ്ററിലാണ് ജാതീയമായിട്ടുള്ള പരാമർശം ഉള്ളത്. കോഴിക്കോട് ജില്ലയിലെ പര്യടനത്തെക്കുറിച്ചുള്ള പോസ്റ്ററിനെതിരെ സമൂഹമാധ്യമങ്ങളിലൊക്കെ വലിയ രൂക്ഷമായിട്ടുള്ള വിമർശനങ്ങൾ ഇപ്പോൾ ഉയർന്നു വരുന്ന ഒരു സാഹചര്യം കൂടിയാണ്. കഴിഞ്ഞ ദിവസം നടന്ന പരിപാടിയുടെ പോസ്റ്ററാണ് ഇത്തരത്തിൽ വലിയ വിവാദമായി മാറിയിരിക്കുന്നത് എന്നുള്ളതാണ്. BJP നേതൃത്വത്തിൻ്റെ സവർണ മനോഭാവം, ആ സവർണ മനോഭാവം വെളിപ്പെടുത്തുന്നതാണ് പോസ്റ്റർ എന്നാണ് വിമർശനം കൂടുതലായി ഉയർന്നിരിക്കുന്നത്. ഇത്തരത്തിലുള്ള വിവാദമായി ഉയർന്നിരിക്കുന്ന ഒരു സാഹചര്യമാണ്. അതായത് തങ്ങളുടെ പാർട്ടിയിൽ ജാതി വിവേചനമില്ല എന്ന് BJP നേതാക്കൾ സ്ഥിരമായി പലപ്പോഴും പറയാറുണ്ടെങ്കിലും അവരുടെ പ്രവൃത്തിയും ഒപ്പം തന്നെ വാക്കുമായി യാതൊരു തരത്തിലുള്ള ബന്ധവുമില്ല എന്ന് സൂചിപ്പിക്കുകയാണ് ഇത്തരത്തിലുള്ള പോസ്റ്ററുകൾ. ഇതുകൊണ്ട് തന്നെയാണ് ഇതൊക്കെ വിമർശകർ ചൂണ്ടിക്കാട്ടിക്കൊണ്ടിരിക്കുന്നത്. വിവാദമായ പോസ്റ്റർ ഇതാദ്യമായല്ല BJPയുടെ ഭാഗത്ത് നിന്ന് ഉണ്ടാകുന്നത്. അതായത് BJPയുടെ ഭാഗത്ത് നിന്ന് അടിസ്ഥാന വർഗത്തെ അവഹേളിക്കുന്ന തരത്തിലുള്ള പ്രചരണങ്ങൾ പലപ്പോഴും നടക്കുന്നുണ്ട് എന്നുള്ളതാണ്. 2017 കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷായുടെ കേരള സന്ദർശനത്തിനിടെ അദ്ദേഹം അന്ന് ചെങ്കൽച്ചൂളാശ്ശേരിയിലെ ജനങ്ങൾക്കൊപ്പം ഭക്ഷണം കഴിക്കുന്നു എന്ന BJPയുടെ പ്രചാരണം അത് വലിയ രൂക്ഷമായ വിമർശനത്തിന് വഴിവെച്ചിരുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. അതായത് BJP ദളിത് വിരുദ്ധ പാർട്ടിയാണെന്ന പ്രചാരണം ചെറുക്കാനാണ് അമിത്ഷാ ചെങ്കൽച്ചൂളയിലെത്തി ഭക്ഷണം കഴിച്ചത് എന്നായിരുന്നു BJP നേതാക്കളുടെയൊക്കെ അവകാശവാദം എന്ന് പറയപ്പെടുന്നത്. BJP നേതാക്കളുടെ പ്രചാരണത്തിന് അന്ന് എതിരായിട്ട് ചെങ്കൽച്ചൂളയിലെ ജനങ്ങൾ തന്നെ അവസാനം രംഗത്ത് വന്നിരുന്നു അന്നത്തെ കാലഘട്ടത്തിൽ. ഇപ്പോൾ പോസ്റ്ററിനെ വിമർശിച്ചിട്ടുള്ള ഒരു ഫേസ്ബുക്ക് പോസ്റ്റുകൾ, ആ പോസ്റ്റുകൾ കുമ്മനം രാജശേഖരനെ BJP സംസ്ഥാന അധ്യക്ഷനാക്കിയ സമയത്തും ഒപ്പം തന്നെ അന്ന് വന്നിരുന്നത് ഇങ്ങനെ കറുത്ത നിറമുള്ള നേതാവിനെ ഞങ്ങൾ പ്രസിഡൻ്റാക്കി എന്ന തരത്തിലുള്ളൊരു ക്യാപ്ഷൻ, അത് BJP അണികളും നേതാക്കളുമൊക്കെ ഫേസ്ബുക്ക് പോസ്റ്റ് ഇടുകയും ചെയ്തിരുന്നു അന്ന്. ഇങ്ങനെയൊക്കെയാണ് വർണ്ണവിവേചനം നേരിടുന്നത്. ദളിതർക്കും ആദിവാസികൾക്കും ഒപ്പം നേതാക്കൾ ഭക്ഷണം കഴിക്കുന്നത് എന്തോ വലിയ കാര്യമായി ഉത്തരേന്ത്യയിലൊക്കെ വലിയ സംഭവമായിട്ട് വലിയ പ്രാധാന്യത്തോടു കൂടിയൊക്കെ BJP പലപ്പോഴും വാർത്തയാക്കാറുണ്ട് എന്നുള്ളതാണ് സത്യം. തിരഞ്ഞെടുപ്പ് നടക്കുന്ന സംസ്ഥാനങ്ങളിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും അമിത്ഷായും ഒക്കെ ഇത്തരം പരിപാടികളിൽ പങ്കെടുക്കാറുണ്ട്. ഇത്തരം പരിപാടികൾ നടത്തുന്നതുമൊക്കെ പതിവാണ്. അത് ദളിത് OBC വിഭാഗങ്ങളിൽപ്പെട്ടവരുടെ വീടുകൾ സന്ദർശിച്ച് അവർക്കൊപ്പം ഇരുന്ന് ഭക്ഷണം കഴിക്കണം എന്നും ആ ഭക്ഷണം കഴിക്കുന്നതിനെക്കുറിച്ചൊക്കെ ദേശീയ നേതൃത്വം നിർദ്ദേശം വരെ പലപ്പോഴും ഇറക്കിയിട്ടുണ്ട് എന്നുള്ളതാണ്. പക്ഷേ ഇതിനെയൊക്കെ നമ്മൾ തെറ്റായി വ്യാഖ്യാനിക്കപ്പെടുമ്പോൾ അവിടെയാണ് ഇതിൻ്റെ ഒരു ശരികേട് എന്ന് പറയപ്പെടുന്നത്. ഇപ്പോൾ BJP സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രൻ അത്തരത്തിൽ ചെയ്തിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ കെ സുരേന്ദ്രൻ നയിക്കുന്ന പദയാത്രയിൽ ആരെങ്കിലും പാർട്ടിക്കാരോ ആരെങ്കിലും അത്തരത്തിൽ ചെയ്തിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ തെറ്റ് തന്നെയാണ്. കാരണം SC/ST നേതാക്കളോടൊപ്പം അങ്ങനെയാണ് പോസ്റ്ററിൽ കൊടുത്തിരിക്കുന്നത്. SC/ST നേതാക്കളോടൊപ്പം ഭക്ഷണം കഴിക്കുന്നു എന്ന് പറഞ്ഞാണ്, ഉച്ചഭക്ഷണം കഴിക്കുന്നു എന്നുള്ളതാണ് പോസ്റ്ററായി അടിച്ചിറക്കിയിരിക്കുന്നത്. പക്ഷേ അങ്ങനെ ഉണ്ട് എന്നുണ്ടെങ്കിൽ, അങ്ങനെ കാണിക്കുന്നുണ്ട് എന്നുണ്ടെങ്കിൽ അത് തെറ്റ് തന്നെയാണ്. പക്ഷേ പലപ്പോഴും ഒരു പാർട്ടിയെ ഇകഴ്ത്തി കാണിക്കുവാൻ, ആ പാർട്ടിയുടെ മനോഭാവത്തെ തുറന്നു കാണിക്കുവാൻ എന്നുള്ള നിലയിൽ ചില അന്തംഗമി സഖാക്കളടക്കം വിമർശകരുടെ രൂപത്തിൽ പലപ്പോഴും എത്താറുണ്ട് എന്നുള്ളതാണ് വസ്തുത. ഈ പറഞ്ഞത് അല്ലെങ്കിൽ ഈ പോസ്റ്റർ അച്ചടിച്ചു വെച്ച കാര്യത്തെ ഞാൻ ന്യായീകരിക്കുകയല്ല. പക്ഷേ ഒരു BJP എന്ന് പറയപ്പെടുന്ന സവർണ മനോഭാവമുള്ള പാർട്ടിയാണ് എന്ന് പൊതു സമൂഹത്തിൽ അത്തരത്തിലൊരു പേരുദോഷം വരുത്തി വയ്ക്കുക എന്ന് ആഗ്രഹിക്കുന്ന ചിലരുണ്ട്. അവരുടെ വിമർശനാത്മകമായ ബുദ്ധിയാണ് ഇതിന് പിന്നിൽ പ്രവർത്തിക്കുന്നത് എന്ന് ചിലപ്പോഴെങ്കിലും പറയേണ്ടി വരും. ഇപ്പോൾ BJPയുടെ സംസ്ഥാന അധ്യക്ഷൻ ഒരു പദയാത്ര നടത്തുമ്പോൾ ആരോടൊപ്പമെങ്കിലും ഭക്ഷണം കഴിക്കുന്നത് തെറ്റാണ് എന്ന് പറയുന്നില്ല. പക്ഷേ അതിനെ എഴുതി പിടിപ്പിച്ച് പോസ്റ്ററാക്കി അച്ചടിച്ച് വയ്ക്കുമ്പോൾ അത് തെറ്റ് തന്നെയാണ്, അതില്ല എന്ന് പറയുന്നില്ല. പക്ഷേ അത് എന്തുകൊണ്ടാണ് അങ്ങനെ പ്രചരിപ്പിക്കപ്പെടുന്നത്, വിമർശനാത്മകമാക്കി മാറ്റുന്നത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ BJP എന്ന് പറയപ്പെടുന്ന പാർട്ടി ഇന്ത്യയിലുടനീളം അവരുടെ വേരുറപ്പിച്ചു കഴിയുകയും ഇനി കേരളത്തിൽ അതിൻ്റെ വേരുറപ്പിക്കുവാനുള്ള ശ്രമം നടത്തുകയും ചെയ്യുന്ന സാഹചര്യത്തിൽ BJP എന്ന് പറയപ്പെടുന്നത് സവർണ മേധാവിത്വമുള്ള പാർട്ടിയാണ്, സവർണ മനോഭാവമുള്ള പാർട്ടിയാണ് എന്ന് പൊതുസമൂഹത്തെ ബോധ്യപ്പെടുത്തുവാനുള്ള ഒരു വലിയ ശ്രമം, ഒരു വലിയ ക്യാമ്പയിൻ നടക്കുന്നു എന്ന് പറയേണ്ടി വരും. അതിൻ്റെ ഭാഗമായിട്ടാണ് ഇത്തരത്തിലുള്ള തീരുമാനങ്ങളെന്ന് നമുക്ക് ചിലപ്പോൾ ചിന്തിക്കേണ്ടി വരുന്നു. അതുകൊണ്ട് BJP എന്ന് പറയപ്പെടുന്ന പാർട്ടിയെ സവർണ മനോഭാവമുള്ള പാർട്ടി എന്ന് മുദ്രകുത്തുവാനുള്ള ശ്രമം അത് ഉപേക്ഷിക്കേണ്ടതാണ് എന്ന് പറയേണ്ടി വരും. ഇല്ലെങ്കിൽ ഇത്തരത്തിലുള്ള സംഭവ വികാസങ്ങൾ ഇനിയും തുടർന്നുകൊണ്ടേയിരിക്കും. അതല്ല പാർട്ടി അറിയാതെയോ പാർട്ടി അധ്യക്ഷൻ അറിയാതെയോ ആണ് സംഭവിച്ചിട്ടുള്ളതെങ്കിൽ അതാരാണെന്ന് കണ്ടുപിടിക്കുക.
പാർട്ടി അധ്യക്ഷൻ അറിഞ്ഞിട്ടുള്ളതാണെങ്കിൽ അത് തെറ്റ് തന്നെയാണ്. ഇനി പാർട്ടി അധ്യക്ഷൻ അറിയാതെയാണെങ്കിൽ അത് ആരാണ് എന്ന് കണ്ടുപിടിച്ചതിന് ശേഷം തക്കതായ ശിക്ഷ നൽകേണ്ടതുമാണ്.